വി ആർ ഓൾമോസ്റ്റ് ദെയർ. നമ്മളിതാ അവിടെ എത്താറായി, അല്ലെങ്കിൽ ഞങ്ങളിതാ അവിടെ എത്താറായി. വി ആർ ഓൾമോസ്റ്റ് ദെയർ. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഇതാ ഇപ്പോൾ തൊട്ടടുത്ത് എന്നൊക്കെ അർത്ഥമാണ്. വി ആർ ഓൾമോസ്റ്റ് ദെയർ. നമ്മളിതാ അവിടെ എത്താറായി. വെയ്ക്ക് മീ അപ്പ് അറ്റ് 5 AM. എന്നെ 5 മണിക്ക് ഉണർത്തണേ. വെയ്ക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഉണർത്തുക എന്നൊക്കെയാണ് അർത്ഥം. വെയ്ക്ക് മീ അപ്പ്, എന്നെ ഉണർത്തണേ അറ്റ് 5 AM, 5 മണിക്ക്. ഐ വിൽ ബി ദെയർ ആസ് സൂൺ ആസ് ഐ ക്യാൻ. കഴിയുന്നത്ര പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ എത്താം. ഐ വിൽ ബി ദെയർ, ഞാൻ അവിടെ എത്താം, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തും. ആസ് സൂൺ ആസ് ഐ ക്യാൻ, എന്നെ കൊണ്ട് കഴിയുന്ന അത്ര പെട്ടെന്ന്. ചേഞ്ച് ഇൻ ടു യുവർ ബെസ്റ്റ് ക്ലോത്ത്സ്. നിങ്ങളുടെ ഏറ്റവും നല്ല വസ്ത്രങ്ങളിലേക്ക് മാറൂ. അതായത് ഇപ്പോൾ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റി നിങ്ങളുടെ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കൂ എന്നാണ് അർത്ഥം. ചേഞ്ച്, അതിലേക്ക് ചേഞ്ച് ചെയ്യൂ. ചേഞ്ച് ഇൻ ടു യുവർ ബെസ്റ്റ് ക്ലോത്ത്സ്. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? എന്താ ഇവിടെ നടക്കുന്നത്? ഇതെപ്പോഴാണ് ചോദിക്കാം? ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഒരു റൂമിൽ കുട്ടികളെല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര കളിയും ബഹളമൊക്കെ എന്ന് വെക്കാം. അപ്പോൾ നമ്മൾ മുതിർന്നവരെ സ്വാഭാവികമായിട്ടെന്ന് ചോദിക്കുമല്ലോ, എന്താ ഇവിടെ നടക്കുന്നത്, എന്താ അത് എന്ന് ചോദിക്കുമല്ലോ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്കിത് ചോദിക്കാം. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? എന്താ ഇവിടെ നടക്കുന്നത്? വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളെ ഞാൻ നോക്കിക്കോളാം. ഐ വിൽ ടേക്ക് കെയർ, ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ അവരെ കാര്യങ്ങൾ നോക്കിക്കോളാം. ഓഫ് ദ ചിൽഡ്രൻ, കുട്ടികളുടെ. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൻ, കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. വി നെയിംഡ് ഹർ റോസ്. ഞങ്ങൾ അവൾക്ക് റോസ് എന്ന് പേരിട്ടു. ഇവിടെ നെയിംഡ് എന്ന വാക്കിന് പേരിട്ടു എന്നർത്ഥമാണ്. വി നെയിംഡ് ഹർ റോസ്. ഞങ്ങൾ അവൾക്ക് റോസ് എന്ന് പേരിട്ടു. ഐ ഹാവ് ഓൾ ഓഫ് യു. എനിക്ക് നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ഐ ഹാവ് ഓൾ ഓഫ് യു. എനിക്ക് നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ഇറ്റ് ബ്രോക്ക് മൈ ഹാർട്ട്. അതെൻ്റെ ഹൃദയം തകർത്തു, അല്ലെങ്കിൽ നെഞ്ച് തകർത്തു. എന്താ അതിൻ്റെ അർത്ഥം? അതായത് എനിക്ക് അത് വലിയ ദുഃഖം ഉണ്ടാക്കി, പ്രയാസം ഉണ്ടാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ബ്രോക്ക് മൈ ഹാർട്ട്. അതെനിക്ക് വലിയ ദുഃഖം ഉണ്ടാക്കി, പ്രയാസം ഉണ്ടാക്കി. യു ആർ ഇൻ സോ മച്ച് ട്രബിൾ. നിങ്ങൾ വല്ലാത്ത കുഴപ്പത്തിലാണ്, നിങ്ങൾ ഭയങ്കര കുഴപ്പത്തിലാണ്. യു ആർ ഇൻ സോ മച്ച് ട്രബിൾ. നിങ്ങൾ ഭയങ്കര കുഴപ്പത്തിലാണ് പെട്ടിരിക്കുന്നത്, വലിയ പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത്. അതാണ് എൻ്റെ അർത്ഥം. ഇറ്റ്സ് ഓൾ വി ഹാവ്. ഇത്ര മാത്രമാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ ആകെ ഇത്രയുമാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ളത് എന്നാണ് എൻ്റെ അർത്ഥം. ഇറ്റ്സ് ഓൾ വി ഹാവ്. വാട്ട് എൽസ് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? വേറെ എന്താണ് നിനക്ക് കഴിക്കാൻ ഇഷ്ടം? വാട്ട് എൽസ് എന്ന് പറഞ്ഞാൽ മറ്റെന്താണ്, അല്ലെങ്കിൽ വേറെ എന്താണ് വുഡ് യു ലൈക്ക് ടു ഈറ്റ്, നിനക്ക് കഴിക്കാൻ ഇഷ്ടം? ഐ ആം കോൾഡ്. എനിക്ക് തണുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വല്ലാതെ തണുത്തിരിക്കുന്നു. ഐ ആം കോൾഡ്. യു ഹാവ് എ ഫീവർ. നിനക്ക് പനിയാണല്ലോ, അല്ലെങ്കിൽ നിനക്ക് പനിയുണ്ടല്ലോ. യു ഹാവ് എ ഫീവർ. മലയാളത്തിലെ അർത്ഥം പറയുമ്പോൾ നിനക്ക് ഒരു പനിയുണ്ടല്ലോ എന്ന് പറയില്ല, പക്ഷേ ഇംഗ്ലീഷ് പറയുമ്പോൾ അവിടെ എ ചേർത്താണ് പറയാം. യു ഹാവ് എ ഫീവർ. മൈ ഹെഡ് ഹേർട്സ് ടു മച്ച്. എൻ്റെ തല വല്ലാതെ വേദനിക്കുന്നുണ്ട്. മൈ ഹെഡ് ഹേർട്സ്. എൻ്റെ തല വേദനിക്കുന്നുണ്ട്. ടു മച്ച്, വല്ലാതെ, വളരെയധികം. മൈ ഹെഡ് ഹേർട്സ് ടു മച്ച്. ഹീ ഈസ് നോ ലോങ്ങർ വിത്ത് അസ്. അദ്ദേഹം ഇനി നമ്മുടെ കൂടെ ഇല്ല. അതായത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയാൽ, നമ്മളെ വിട്ടു പിരിഞ്ഞു പോയാൽ നമ്മൾ പറയുമല്ലോ, ഇനി അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. ഹീ ഈസ് നോ ലോങ്ങർ വിത്ത് അസ്. ഷീ ഹാഡ് നോ ചിൽഡ്രൻ ഓഫ് ഹെർ ഓൺ. അവൾക്ക് സ്വന്തമായിട്ട് മക്കൾ ഉണ്ടായിരുന്നില്ല. അതായത് അവൾക്ക് അവളുടേതായ മക്കൾ ഉണ്ടായിരുന്നില്ല. അവൾ നോക്കിയിരുന്നതും സംരക്ഷിച്ചിരുന്നതൊക്കെ വേറെ കുട്ടികളെയായിരുന്നു. ഷീ ഹാഡ് നോ ചിൽഡ്രൻ. അവൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഓഫ് ഹെർ ഓൺ, അവളുടേത് സ്വന്തമായിട്ട്. വി ഹാവ് നോ ചോയ്സ് ബട്ട് ടു സെൽ ദിസ് ഹൗസ്. ഈ വീട് വിൽക്കുകയല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. വി ഹാവ് നോ ചോയ്സ്. നമുക്ക് വേറെ ചോയ്സ് ഇല്ല, വേറെ വഴിയില്ല, മാർഗ്ഗമില്ല. ബട്ട് ടു സെൽ ദിസ് ഹൗസ്. ഈ വീട് വിൽക്കുകയല്ലാതെ. ദീസ് ആർ ദി ഓൺലി ക്ലോത്ത്സ് വി ഹാവ്. ഇവയാണ് ഞങ്ങൾക്ക് ആകെയുള്ള വസ്ത്രങ്ങൾ. ദീസ് ആർ ദി ഓൺലി ക്ലോത്ത്സ്. ഇവയാണ് ആകെയുള്ളത്. ആകെ വി ഹാവ്, ഞങ്ങൾക്ക് ഉള്ളത്. ദീസ് ആർ ദി ഓൺലി ക്ലോത്ത്സ് വി ഹാവ്. ദ ഫയർ ഈസ് ഫെയ്ഡിങ്. തീ ഇത് അണയാൻ പോവുകയാണ്. അത് ഫെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇത് കെടാൻ പോവുകയാണ്, കെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥമാണ്. ദ ഫയർ ഈസ് ഫെയ്ഡിങ്. തീ ഇതാ അണയാൻ പോകുന്നു, അണഞ്ഞുകൊണ്ടിരിക്കുന്നു. ദ ഡോക്ടർ ഈസ് ടേക്കിംഗ് സോ ലോങ്. ഡോക്ടർ വരാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലോ. ഇത് ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുക? അതായത് നമ്മളൊരു ക്ലിനിക്കിൽ ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഡോക്ടർ ഇപ്പോഴും അങ്ങോട്ട് എത്തിയിട്ടില്ല. നമ്മൾ കുറേ നേരമായിട്ട് ഡോക്ടർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ടും പറയുമല്ലോ, ഡോക്ടർ വരാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലോ. ദ ഡോക്ടർ ഈസ് ടേക്കിംഗ് സോ ലോങ്. ദ ഡോക്ടർ ഈസ് ടേക്കിംഗ് സോ ലോങ്. ഡോക്ടർ വരാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലോ. എവ്രിബഡി ന്യൂ അബൌട്ട് ഇറ്റ്.
എല്ലാവർക്കും അതേക്കുറിച്ച് അറിയാമായിരുന്നു. എവ്രിബഡി ന്യൂ, എല്ലാവർക്കും അറിയാമായിരുന്നു. എബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച്. വാട്ട് ഡു യു തിങ്ക്, നിനക്കെന്താ തോന്നുന്നത്? അതായത് എന്താ നിൻ്റെ അഭിപ്രായം? ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറഞ്ഞ് ചർച്ച ചെയ്ത ശേഷം ചോദിക്കുമല്ലോ, നിനക്ക് എന്താ തോന്നുന്നത്, അതായത് നിനക്ക് എന്താ പറയാനുള്ളത്, നിൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ ചോദിക്കാം, വാട്ട് ഡു യു തിങ്ക്, വാട്ട് കുഡ് ദിസ് ബി, ഇതെന്തായിരിക്കും? വാട്ട് കുഡ് ദിസ് ബി? ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അയച്ചു നോക്കാം. ആ ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മൾ ആ ബോക്സ് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കുമല്ലോ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്തിരിക്കുന്നവർ ചോദിക്കുമല്ലോ, ഇതെന്തായിരിക്കും, അതായത് എന്തായിരിക്കും ഇതിനകത്ത്? വാട്ട് കുഡ് ദിസ് ബി, ഇതെന്തായിരിക്കും? ഷീസ് അഫ്രെയ്ഡ് ഓഫ് ദ ഡാർക്ക്, അവൾക്ക് ഇരുട്ട് പേടിയാണ്. ഷീസ് അഫ്രെയ്ഡ്, അവൾക്ക് പേടിയാണ്. ഓഫ് ദ ഡാർക്ക്, ഇരുട്ടിനെ, അല്ലെങ്കിൽ ഇരുട്ട് അവൾക്ക് പേടിയാണ്. ഡോണ്ട് യു നോ ദാറ്റ്, നിനക്കത് അറിയില്ലേ? ഡോണ്ട് യു നോ ദാറ്റ്, നിനക്കത് അറിയില്ലേ? ഡു യു നോ ദാറ്റ് എന്നാണ് അതർത്ഥം, നിനക്കത് അറിയുമോ? ഡോണ്ട് യു നോ ദാറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കത് അറിയില്ലേ? വാട്ട് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറുള്ളത്? അതായത് രാവിലെ പ്രാതൽ നിങ്ങൾ എന്താ കഴിക്കാറുള്ളത്? അത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, അതിൻ്റെ ശരിക്കും ഉച്ചാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ രാവിലെ എന്താ കഴിക്കാറുള്ളത്? ഐ വാണ്ട് ടു ഗോ ഹോം, എനിക്ക് വീട്ടിൽ പോകണം. ഐ വാണ്ട് ടു ഗോ ഹോം, എനിക്ക് വീട്ടിൽ പോകണം. വാട്ട് ഷാൾ വി നെയിം ഹർ, വാട്ട് ഷാൾ വി നെയിം ഹർ, നമ്മൾ അവളെ എന്താ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവൾക്ക് എന്താ പേരിടുക, അതാണ് അതിൻ്റെ അർത്ഥം. വാട്ട് ഷാൾ വി നെയിം ഹർ, നമ്മൾ അവൾക്ക് എന്താ പേരിടുക. ക്യാൻ വി കീപ്പ് ഇറ്റ്, ഇത് ഞങ്ങൾക്ക് എടുത്തൂടെ, ഞങ്ങൾ എടുത്തോട്ടെ ഇത്, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് എടുക്കാമോ? ക്യാൻ വി കീപ്പ് ഇറ്റ്, ഇത് നമുക്ക് എടുക്കാമോ, അല്ലെങ്കിൽ നമുക്കിത് സൂക്ഷിക്കാമോ? ലെറ്റ്സ് ഗോ ഇൻസൈഡ്, നമുക്ക് അകത്തേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഇൻസൈഡ്, നമുക്ക് അകത്തേക്ക് പോകാം. ഐ ഹാവ് ഹേർഡ് ഇറ്റ് 100 times, ഞാനൊരു 100 പ്രാവശ്യമെങ്കിലും ഇത് കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് ഇറ്റ്, ഞാനിത് കേട്ടിട്ടുണ്ട്. 100 times, ഒരു 100 തവണ. യു ആർ ആസ് ഡിയർ ടു മീ ആസ് ഇഫ് യു വെർ മൈ ഓൺ ഡോട്ടർ. യു ആർ ആസ് ഡിയർ ടു മീ, നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ആസ് ഇഫ് യു വെർ മൈ ഓൺ ഡോട്ടർ, നീ എൻ്റെ സ്വന്തം മോളായിരുന്നാൽ എങ്ങനെയാണോ അത്രത്തോളം, അതായത് നീ എൻ്റെ സ്വന്തം മോളായിരുന്നാൽ എങ്ങനെ അത്രത്തോളം എനിക്ക് നീ പ്രിയപ്പെട്ടതാണ്. വി ഡോണ്ട് ഫീൽ വെൽ, ഞങ്ങൾക്ക് നല്ല സുഖം തോന്നുന്നില്ല, അതായത് ഞങ്ങൾക്ക് എന്തൊരു അസുഖമുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. വി ഡോണ്ട് ഫീൽ വെൽ, ഞങ്ങൾക്ക് നല്ല സുഖമില്ല. ഐ വിൽ ടേക്ക് യുവർ പ്ലേസ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് സം സ്ലീപ്പ്. ഐ വിൽ ടേക്ക് യുവർ പ്ലേസ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് സം സ്ലീപ്പ്, നിനക്ക് കുറച്ച് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നിൻ്റെ സ്ഥാനത്ത് ഞാൻ ഇരുന്നോളാം. അതായത് നമ്മുടെ വീട്ടിൽ അസുഖമായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് വെക്കാം, അപ്പോൾ അയാളുടെ കൂടെ എപ്പോഴും ഒരാൾ കൂട്ടിന് വേണം, രാത്രിയൊക്കെ എപ്പോഴും ഒരാൾ കൂടെ ഇരിക്കണം. അപ്പോൾ നമ്മൾ പറയുമല്ലോ, ആ ഇരിക്കുന്ന ആളോട് പറയുമല്ലോ, നിനക്ക് കുറച്ച് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, നീ പോയി ഉറങ്ങിക്കോ, ഞാൻ ഇരുന്നോളാം എന്ന് പറയുമല്ലോ. അതാണ് ഇതിൻ്റെ അർത്ഥം. ഐ വിൽ ടേക്ക് യുവർ പ്ലേസ്, നിൻ്റെ സ്ഥാനത്ത് ഞാൻ ഇരുന്നോളാം, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം, അതാണ് അതിൻ്റെ അർത്ഥം. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് സം സ്ലീപ്പ്, നിനക്ക് കുറച്ച് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ, കുറച്ച് ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നീ പോയി കിടന്നോ, ഇവിടെ ഞാനിരുന്നോളാം, നിൻ്റെ സ്ഥാനത്ത് ഞാനിരുന്നോളാം. വുഡ് യു ലൈക്ക് ടു കം ഹോം വിത്ത് അസ്, നിനക്ക് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരാൻ ഇഷ്ടമാണോ? വുഡ് യു ലൈക്ക് ടു കം ഹോം വിത്ത് അസ്, നിനക്ക് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണോ, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ വരാൻ ഇഷ്ടമാണോ? ഐ വാണ്ട് ടു ഹിയർ ഇറ്റ് അഗെയിൻ, എനിക്കിത് വീണ്ടും കേൾക്കണം. ഐ വാണ്ട് ടു ഹിയർ ഇറ്റ് അഗെയിൻ, എനിക്കിത് വീണ്ടും കേൾക്കണം. ഈ സെൻറ്റൻസുകളൊക്കെ നന്നായിട്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് പഠിക്കുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. കാരണം ഇതിലെ മിക്കതും നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ്, നമ്മുടെ നിത്യസംഭാഷണത്തിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ അവസരം കിട്ടുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, പറയാൻ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാനും ശ്രമിക്കാം. ഇതുപോലെയുള്ള വ്യത്യസ്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.